ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇത് രണ്ടും ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായി ചൂടാവുന്നവരെ ഇളക്കി കൊടുക്കാം. അത് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ പെട്ടെന്നത് ബ്രൗൺ ആയിട്ട് വരും. അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ല. സവാള ചെറുതായിട്ട് വഴണ്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്താണെങ്കിലും അത് റോസ്റ്റാക്കി എടുക്കുന്ന സമയത്ത് അത് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഈ സമയം ആയപ്പോഴത്തേക്ക് സവാള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറിൽ ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടി ഇതേപോലെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മൊത്തം മാറിക്കിട്ടണം. അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ചെയ്ത് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ തക്കാളി ചേർക്കുന്നില്ല, അതിന് പകരം കെച്ചപ്പാണ് ചേർക്കുന്നത്. കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ കെച്ചപ്പാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കും. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരണം. ഈ ഒരു മിക്സ് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചൂടാക്കിയ വെള്ളമാണ് ചേർക്കുന്നത്. എപ്പോഴും കറിക്ക് ചൂടാക്കിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പച്ചവെള്ളം ചേർക്കുന്നതിനെക്കാട്ടിലും ചൂടാക്കി നേരത്തെ വെച്ചിരുന്നതോ അല്ലെങ്കിൽ അപ്പോൾ ചൂടാക്കിയതായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ചാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഏകദേശം കുറുകിയ പരുവത്തിലാണ് എടുക്കുന്നത്. എന്നാൽ പോലും ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ സവാള കുറച്ചുകൂടി ഒന്ന് വെന്ത് ഇച്ചിരി കൂടി നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളമൊക്കെ കുറുകി അത് നല്ലൊരു ഗ്രേവി പരുവത്തിലാകും. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേവി പരുവത്തിലാണ്, അതായത് നല്ല കുറുകിയ പരുവത്തിലാണ് വേണ്ടതെങ്കിലും ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നന്നായിട്ട് ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിപ്പോൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം ഇതേപോലെ അടച്ച് വെച്ചിട്ടെടുത്താണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ കുറച്ച് ആവശ്യത്തിനുള്ള രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാനിതെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് നല്ല നീട്ടത്തിൽ കറി വേണം, അതായത് നല്ലപോലെ കറി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എടുക്കാവുന്നതാണ്. എപ്പോഴാണെങ്കിലും വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇനി ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് മറന്നുപോയൊരു കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ഞാൻ അവസാനമാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പ് നിങ്ങൾക്ക് നേരത്തെ തന്നെ ചേർക്കാവുന്നതാണ്, ഞാൻ ചേർക്കാൻ മറന്നു പോയതാണ്. ഓക്കെ, ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി. നമ്മൾ നേരത്തെ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വെള്ളമെല്ലാം വറ്റി നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുമ്പോൾ അതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണം എരിയുടെ അളവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഈ മുളക് പൊടിക്ക് അത്യാവശ്യം നല്ല എരി ഉള്ളത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാഞ്ഞത്. അപ്പോൾ നമ്മളുടെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ കെച്ചപ്പ് ചേർത്തതാണ്. നിങ്ങൾ ഇതുവരെ അങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കൂ. നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്